അപ്പേ ഇവിടെ മൊത്തം ടൈൽ ഒട്ടിക്കാണ്. ഇവിടെ മൊത്തം ടൈൽ ഒട്ടിക്കുന്ന ഭാഗമായിട്ട് നമ്മൾ സ്വിച്ച് ബോർഡ് കഴിച്ചാണ്ട് ഒക്കെ നീട്ടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനുള്ള മുഴുവൻ മണ്ണ് എടുക്കാണ്. ഇതാ ഫുള്ള് മണ്ണാണ്, ഇതിനുള്ളിൽ ഇഞ്ഞുണ്ട് മണ്ണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്? ടൈൽസിന് പണിക്കാനാണല്ലോ ജി. ഏജ് കുറേ സ്ഥലത്ത് കഴിക്കുന്നുണ്ടല്ലോ. സ്വിച്ചുകളൊന്നും അമരില്ല. സ്വിച്ച് നോക്കിയാൽ ഇത് അമരില്ല, പല സ്വിച്ചുകളും അമരില്ല. ഇതിനുള്ളിൽ മുഴുവൻ മണ്ണാണ്. അപ്പോൾ ഈ വീടിൻ്റെ ചുറ്റുഭാഗത്തുള്ള എല്ലാ ബോർഡിലും ഇതേമാതിരിയുള്ള അവസ്ഥ ഉണ്ട്. ഈ വീട്ടിലെ എല്ലാ ബോക്സിലും ഇതേ കംപ്ലൈൻറ്റ് ഉണ്ട്. ഞാൻ കുറേ എണ്ണം നന്നാക്കിപ്പോൾ അവിടെ ഡൈനിങ് ഹാളത്തൊക്കെ കഴിച്ച് നന്നാക്കിയതാണ്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് വരുന്നത്? ഇപ്പോൾ ചില ആൾക്കാർ പറയുന്നത് ഇതിന് നിപ്പ് ഇല്ലാത്ത ക്ലിപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ ഈ വയറിൻ്റെ ഉള്ളിൽ കൂടെയാണ് കൊഞ്ഞാടി വരുന്നത്. ഇവിടുത്തെ മണ്ണല്ല അത്, ആ സ്വിച്ച് ബോർഡിൻ്റെ ഉള്ളിൽ കൂടെ കീപ്പിട്ട് വീണ മണ്ണാണ്. അതുകൊണ്ടാണ് ഇതിനുള്ള വയറ് മുഴുവൻ ടൈറ്റായി കിടക്കുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്? ഓർക്ക് അവിടെ നിന്ന് മണ്ണ് കിട്ടുന്നത് കല്ലുമന്നാന്ന് എനിക്ക് മനസ്സിലായി. ഏത് ഓടുന്ന മണ്ണ് വരെ നമ്മൾ ബോക്സ് വെട്ടുന്ന സമയത്ത് ഏത് ബോക്സ് ആയിക്കോട്ടെ നമ്മൾ പ്രത്യേകിച്ച് വെട്ടുന്ന സമയത്ത് ഏകദേശം പ്ലേഡ് ചുറ്റുപാടും നമ്മൾ എന്തായാലും ഒരു ഇഞ്ചിനെങ്കിലും പ്ലാസ്റ്റർ ചെയ്യുന്ന സമയത്ത് കുമ്മായം നിറയ്ക്കാനുള്ള ഗ്യാപ്പ് എന്നിട്ട് നമ്മൾ ഫ്ലാറ്റിട്ട് വെട്ടി വെക്കുക. പിന്നെ അഡാപ്റ്റർ ചെയ്യുന്നുണ്ടല്ലോ, ഈ അഡാപ്റ്റർ ചെയ്യുന്ന സമയത്ത് അഡാപ്റ്റർ ഇടുക. പിന്നെ അപ്പോൾ ഈ മെയിനായിട്ട് ഈ എറുമ്പ് വരിക ഈ ബോക്സിനുള്ളിൽ കൂടെ ഒരു 4 ഹോൾസ് വരുന്നുണ്ട് ബോക്സിനുള്ളിൽ. ആണിയടിക്കാൻ അതിനൊക്കെ വേണ്ടി ഒന്ന് ചെയ്യുന്ന ഓല് കംപ്ലീറ്റ് ചെയ്യാൻ തോന്നും, സെറ്റ് ചെയ്യണം. പിന്നെ വരുന്നത് മണ്ണെന്ന് വെച്ചാൽ ഈ കോബോക്സിൻ്റെ മുകളിൽ കോബോക്സ് എന്നാണ്. ഈ കോബോക്സ് 20-ൻ്റെ പൈപ്പ് എന്തായാലും കോബോക്സിൻ്റെ ഹോൾസ് പൊട്ടിച്ചാൽ ഫില്ലായി നിൽക്കും. അതിൽ കൂടെ ഒരു കാരണവശാലും വരാൻ ചാൻസ് ഇല്ല. പിന്നെ ഈ നമ്മൾ അരഞ്ച് പൈപ്പ് ഇടുന്നതാണ് ഇതിനുള്ള പ്രശ്നം. അതിന് കോബോക്സ് സെപ്പറേറ്റ് വെട്ടിയിട്ട് ഉള്ളിൽ കുമ്മായം നിറച്ച് മൊത്തം കുമ്മായം ചെയ്താൽ ബോക്സ് വെക്കുന്ന സമയത്ത് പരമാവധി എന്തെങ്കിലും ചട്ട എന്തെടുത്തിട്ട് കവർ ചെയ്തിട്ട് മാസ്കിൻ്റെ കൂട്ടിച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും പിന്നെ ഉള്ള തേപ്പ് പോലെ ഈ പണിക്കാർ തേക്കുന്ന സമയത്ത് അപ്പോൾ നല്ലോണം ബോക്സ് അങ്ങോട്ട് വലിച്ച് ആക്കിയിട്ടുള്ളിൽ കുമ്മായം നിറയ്ക്കാനൊക്കെ സൗകര്യം കിട്ടും. അല്ലാതെ പക്ഷെ നമ്മളിപ്പോൾ ബോക്സ് ഉറപ്പിക്കുന്ന സമയത്ത് ബോക്സിൻ്റെ ഉള്ളിലേക്ക് കുമ്മായം കയറിയിട്ടൊക്കെ ലാസ്റ്റ് നമ്മൾ വേറെ പോകുന്ന സമയത്ത് ബോക്സ് ക്ലീൻ ചെയ്യും. ഈ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉള്ളിയോ സ്ക്രൈബറൊക്കെ ഇട്ട് അടിക്കുകയോ ലെക്സോ ഇട്ട് കുത്തും. പക്ഷേ ഈ സമയത്ത് ബോക്സ് ഇളകി പോകുന്നുണ്ട്, നമുക്ക് ഒരു മാറ്റം കിട്ടും നമ്മൾ ഈ കവർ ചെയ്ത്. പിന്നെ നമ്മൾ വേറെ വലിക്കുന്ന സമയത്ത് നമ്മൾ വാസ്ലിൻ ഉണ്ടല്ലോ, വാസ്ലിൻ ഇട്ടിട്ടൊന്ന് വാസ്ലിൻ 2 ഒന്ന് നമ്മൾ വേറെ വലിക്കാൻ സ്മൂത്തും കിട്ടും. പിന്നെ നമ്മുടെ ഈ എറുമ്പിന് രസം ആക്കവും കിട്ടും. നമ്മൾ ചെയ്യുന്ന രീതി ഇതൊക്കെ കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ബോക്സ് ഉറപ്പിക്കുന്ന സമയത്ത് ബോക്സ്